ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ യൂട്യൂബ് വേൾഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ടാസ്ക് മന്ത്ര എന്നൊരു പ്ലാറ്റ്ഫോമിനകത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാൻ ഒരു അവസരമുണ്ട്. അപ്പോൾ അതെങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഞാൻ വീഡിയോയിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനിയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്കതിനകത്തിൽ രജിസ്റ്റർ ചെയ്ത ആൾ ടെസ്റ്റ് എഴുതാൻ വേണ്ടി താല്പര്യം കാണിക്കുകയാണെങ്കിൽ നമുക്കതിനകത്തിൽ ടെസ്റ്റ് എഴുതിയിട്ട് നമുക്കതിനകത്തിൽ ആക്റ്റീവ് പാർട്ട്ണർ ആവണമെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതണം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് നോട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമുക്ക് ആക്ച്വലി ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തിലൊരു ആക്റ്റീവ് പാർട്ട്ണർ ആവാം. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തിലൊരു ആക്റ്റീവ് പാർട്ട്ണർ ആവാൻ പറ്റുന്ന ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുക്കുക. യൂസർ നെയിമും പാസ്വേഡ് കൊടുത്തിട്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കയറി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും യു മസ്റ്റ് കംപ്ലീറ്റ് ദ ടെസ്റ്റ് ടു സ്റ്റാർട്ട് യുവർ ടാസ്ക്. നമുക്ക് ആദ്യമേ ഫ്രീ ആയിട്ട് ടാസ്ക് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. നമുക്ക് ടാസ്കിലൊക്കെ നോക്കിയിട്ട് നമുക്കത് പഠിക്കാം. നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കിതിൽ ആക്റ്റീവ് പാർട്ട്ണർ ആവാൻ നമുക്കിതിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ടേക്ക് ടെസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതൊക്കെ നമുക്ക് ഡിജിറ്റൽ അഡ്വർടൈസ്മെൻ്റ് ആണ്. ടാസ്ക് മന്ത്രയുടെ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻ്റ് ആണ് ഇത് കാണുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ടേക്ക് ടെസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിവിടെ 4 ടെസ്റ്റിൻ്റെ നമുക്കിവിടെ സർട്ടിഫിക്കറ്റ്സ് കാണുന്നുണ്ട്. DSAT ഡിജിറ്റൽ സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, അത് ഇൻ്റർനെറ്റ് ആർബിറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള ടെസ്റ്റാണ്. PCDM അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ്റെ ഒരു ടെസ്റ്റാണ്. ODMF PCയുടെ യൂണിവേഴ്സിറ്റി ഓഫ് ബോർമോട്ടിൻ്റെ ടെസ്റ്റാണ്. പിന്നെ SMC ഹൂട്ട്സൂട്ട് അക്കാഡമിയുടെ ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ലാസ്റ്റിലെ 3 PCDMൻ്റെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷന്, അല്ലെങ്കിൽ ODMF PCയുടെ യൂണിവേഴ്സിറ്റി ഓഫ് ബോർമോട്ട്, അല്ലെങ്കിൽ SMC ഹൂട്ട്സൂട്ട് അക്കാഡമിയുടെ ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റാണിത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ അപ്ലോഡ് ചെയ്താൽ മതി, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി, ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നമുക്ക് DSAT എന്നുള്ള ടെസ്റ്റാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേക്ക് ടെസ്റ്റ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും കണ്ടിന്യൂ DSAT എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിൻ്റെ ഇൻ്റർഫേസിനകത്തിലോട്ട് നമുക്ക് ആദ്യമേ പോകും. ആദ്യമേ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ളതിൻ്റെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് യൂസ് ഗേറ്റ്വേ, യൂസ് മാനുവൽ UPI, ടാസ്ക് മന്ത്ര പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് യൂസ് ഗേറ്റ്വേ പേയ്മെൻ്റ് ആണ്. യൂസ് ഗേറ്റ്വേ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കാം ഈ DSAT ടെസ്റ്റിന് നമുക്ക് 1000 rupees ഫീസാണ് നമുക്കുള്ളത്. ആ 1000 rupees ഫീസ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ പേ നൗ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ പേ നൗവിനകത്ത് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഏത് മോഡിൽ വേണമെങ്കിലും നമുക്കിവിടെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ പേ ആണോ അല്ലെങ്കിൽ ഏതാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. UPI, ഫോൺ പേക്കകത്ത് ഇവിടെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെറ്റ് ബാങ്കിങ് നമുക്ക് ഏതാണ് നമുക്കുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാണുന്ന ഇൻ്റർഫേസാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി വരും. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഡൗൺലോഡ് ഇൻവോയ്സ്. നമുക്കത് വേണമെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് KYC ബിഫോർ DSAT ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ KYC നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആധാർ കാർഡ്, അല്ലെങ്കിൽ വോട്ടിംഗ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ KYC ഫോം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ വേറെ ചെയ്യാൻ പറ്റുന്നത് നമുക്കിവിടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെസ്റ്റ് എടുക്കാനുള്ളത് നമുക്ക് അവിടെ നമ്മൾ നേരത്തെ ടേക്ക് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തില്ലായിരുന്നു. അവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് അവിടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ളത് കാണിക്കും. ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. 10
ക്വസ്റ്റ്യൻസ് അതിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് 10 MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്തിൽ ഏതെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഡയറക്റ്റ്ലി അത് അപ്ലോഡായി കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അന്നേരം പിന്നെ നെക്സ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. വർക്ക് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഡാഷ്ബോർഡിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ആയിട്ട് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും നമുക്കത് ക്രെഡിറ്റ് ആയിട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ നേടിക്കൊണ്ട് ഇത് അവസാനിക്കുന്നു. താങ്ക് യു.